ഹലോ ഗൈസ്, ഞങ്ങളെ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് കോട്സ്വാളിൻ്റെ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജിൽ കൂടെ ആട്ടോ. ഇതിൻ്റെ പേരാണ് ബർട്ടൺ ഓൺ ദി വാട്ടർ. അപ്പോൾ ഇത് അറിയപ്പെടുന്നത് വെന്നീസ്, കോട്സ്വാളിൻ്റെ വെന്നീസ് എന്നാട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതിലൂടെ നടന്നപ്പോൾ ഒരു ചെറിയ ബോർഡ് കണ്ടായിരുന്നു, ഇവിടെ ഫിഷിംഗ് പാടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓർക്കുകയും ചെയ്തു ഇത്രയും കുറവ് വാട്ടറിൽ എങ്ങനെ ഫിഷ് ഉണ്ടാവുമെന്ന്. അതും പറഞ്ഞ് ഞങ്ങൾ നേരെ താഴത്തേക്ക് നോക്കിയതെന്തേ അതിലൂടെ കുറേ മീൻ ഓടി നടപ്പുണ്ടായിരുന്നു കേട്ടോ. കണ്ടിട്ട് ഇത് ഫ്രഷ് വാട്ടർ സാൽമൺ ആണെന്നാട്ടോ തോന്നാനേ. അങ്ങനെ അപ്പോൾ അതിനെയൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ചങ്ങനെ മുന്നോട്ടിങ്ങനെ പോയിട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള വില്ലേജാണ്, കാണാൻ നല്ല വൃത്തിയാട്ടോ. വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടോ ഇവർ ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഇവിടെ ഒരുപാട് ബേർഡ്സ് ഉണ്ട്, അതിന് നമുക്ക് ഫീഡൊക്കെ ചെയ്യാം, പക്ഷെ നല്ല സൂക്ഷിക്കണം, സീകളായിട്ട് കൈ കയറി കൊത്താനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ അട്രാക്ഷൻസ് ആയിരുന്നു കേട്ടോ അതിൻ്റെ സൈഡിൽ കൂടെ ഉണ്ടായിരുന്ന കുറേ സ്റ്റോറുകൾ. അവിടെയെല്ലാം ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കുറേയൊക്കെ ഹാൻഡ് മെയ്ഡാണെന്ന് തോന്നുന്നു, എങ്കിലും നല്ല വൃത്തിയായിരുന്നു കേട്ടോ എല്ലാം കാണാൻ വേണ്ടി. കാണാൻ വൃത്തിയാണെങ്കിലും അതുപോലെ തന്നെ നല്ല വിലയാണ് ഈ സാധനങ്ങൾക്കെല്ലാം. ഇപ്പോൾ ക്രിസ്മസിൻ്റെ സീസണും കൂടെ ആയതുകൊണ്ട് അതിൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസും ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ നമുക്കെല്ലാം തൂത്ത് വരിക്കൊണ്ട് വരാൻ തോന്നും. ഞാനും 2-3 എടുത്തു കേട്ടോ. അതിനുശേഷം എൻ്റെ വില കണ്ടു കഴിഞ്ഞപ്പം എടുത്ത സാധനം അതേപടി തിരിച്ചു വെച്ച് ഞാനും ആൽപ്പിച്ചിനും അവിടെ നിന്ന് ഇറങ്ങി ഓടി. അങ്ങനെ പോരുന്ന വഴി കണ്ടതാട്ടോ ഈ വ്യൂസ്. ഒരുപാട് സീഗിൾസിന് ഈ കുട്ടികളിങ്ങനെ ഫുഡ് കൊടുക്കുന്ന കേട്ടോ. നല്ല അടിപൊളിയായിട്ടില്ലേ. അങ്ങനെ ഇന്നത്തെ ദിവസത്തെ കലാപരിപാടികളൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ നേരെ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തി കഴിഞ്ഞപ്പം പിന്നെ സൺലൈറ്റ് താന്നിട്ടില്ല. അപ്പം ഞാനും ആൽപ്പിച്ചിട്ടുണ്ട് എന്നാൽ ആ സ്ഥലത്തോട്ട് ചുമ്മാ ഒന്ന് നടക്കാൻ പോയാലെന്ന്. ഞങ്ങളങ്ങനെ കുറേ നേരം അതിലോക്കടക്കി നടന്നു, കുറേ പിക്ചേഴ്സും കൂടെ എടുത്തു. നല്ല രസമുണ്ടായിരുന്നേ. ഓട്ടോ ആയതുകൊണ്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ പിക്ചറിനെല്ലാം. പിന്നെ നല്ല സൺലൈറ്റും ഉണ്ടായതുകൊണ്ട് നല്ല രീതിയിൽ പിക്ചേഴ്സ് എല്ലാം എടുക്കാൻ പറ്റി. കുറേ വീഡിയോസും എടുത്ത് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അതിലൂടെയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു. പിന്നെ ഈ ഫാമിൻ്റെ സൈഡ് തീരെ മോശമല്ലായിരുന്നു കേട്ടോ. ഇതൊരു കുന്നിൻ ചെരുവ് ആയതുകൊണ്ടും ഈ സൺലൈറ്റ് ഇങ്ങനെ കറക്റ്റ് ഇങ്ങോട്ട് തന്നെ അടിക്കുന്നതുകൊണ്ടും നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. അവിടെയുള്ള ആനിമലിനെയൊക്കെ നോക്കി ഞങ്ങളും കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് കുറേ വീഡിയോസൊക്കെ പിന്നെയും എടുത്തിട്ടാട്ടോ റൂമിൽ തിരിച്ച് കയറി. ഈവനിങ് ആയപ്പോഴത്തേക്കും ഞങ്ങളൊരു ബാർബിക്യൂ ഒക്കെ സെറ്റാക്കി അതൊക്കെ കഴിച്ച് അങ്ങനെ ഇന്നത്തെ ദിവസം തീർന്നു കേട്ടോ. അങ്ങനെ അടുത്ത ദിവസത്തെ വിശേഷമായിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.